രുചികരമായ ഒരു ഹൈദരാബാദി ഖജൂർ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനും ഇത് 1 മാസം വരെ ഹോസ്റ്റലുകളിലുള്ള കുട്ടികൾക്ക് കൊടുത്തുവിടാൻ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് റവയാണ്. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇത് വെളുത്ത എള്ളാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. 1 സ്പൂൺ ഇതുപോലത്തെ പെരിഞ്ജീരകമാണ്. ഒന്ന് കയ്യിലിട്ട് ക്രഷ് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുക. നെയ്യിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. പിന്നെ പൗഡർ ഷുഗറാണ്. ഇതൊരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ച് ഒരു പൂരിയുടെ പരുവത്തിലേക്ക് നമുക്കിത് കുഴച്ചെടുക്കണം. ഇതുപോലെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനവും പാടില്ല, ഒത്തിരി കനം കുറവും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്കിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം 2 വശവും ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്ത് വരിക. അപ്പോൾ രുചികരമായ ഒരു 4 മണി പലഹാരവും ഹോസ്റ്റൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അത് അത്യാവശ്യം മധുരമുണ്ട്. കോക്കനട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ചിരണ്ടി എടുത്തതിന് ശേഷം വെള്ളഭാഗം തന്നെ ചിരണ്ടി എടുത്ത് ഒന്ന് ചൂടാക്കി, ചെറുതായിട്ട് ചൂടാക്കി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.